നമസ്കാരം. വിനോദ് ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളത്തിൽ ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാണ്. കൊല്ലവർഷം 1200 തുടക്കം. എന്നാലും മറ്റൊരു കൊല്ലവർഷത്തിൻ്റെയും ആരംഭത്തിൽ നിന്ന് വ്യത്യസ്തമായി ചങ്കും കരളുമൊക്കെ നൊന്തു തന്നെയാണ് മലയാളം ഈ പുതുവർഷം കണി കാണുന്നതും സ്വീകരിക്കുന്നത്. പ്രകൃതി നമ്മളെ നെഞ്ചു പൊട്ടിച്ച് ശിക്ഷിച്ച് അതിൻ്റെ നടുക്കം മാറാത്ത ദിവസങ്ങൾ. പൊലിഞ്ഞു പോയവർക്കും മറഞ്ഞു പോയവർക്കും ഇന്നും അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർക്കും ഇടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനകളോടെ നമ്മൾ ആരംഭിക്കും. ഈ ദിവസം നമ്മൾ ടാക്കീസിൽ ഒത്തുചേരുമ്പോൾ സിനിമയെ സംബന്ധിച്ച് സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ചലച്ചിത്ര അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചു. അവാർഡുകളുടെ കഥയിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോകാം. ഇത് സിനിമാ കഥ അഥവാ സിനിമയുടെ കഥ എന്ന നമ്മുടെ പരമ്പരയുടെ തുടർച്ചയാണിത്. മലയാളത്തിൻ്റെ മാത്രമല്ല, മൊത്തം സിനിമയുടെ ചരിത്രമാണ് ഈ ഗുഡ് മോർണിംഗ് ഷോയിലൂടെ അല്ലെങ്കിൽ മോർണിംഗ് ഷോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. മുൻപുള്ള ലക്കങ്ങളൊക്കെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഈ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ, ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നായികാ പ്രാധാന്യമുള്ള മലയാള സിനിമകൾ ഉണ്ടാകുന്നില്ല എന്നും ഈ നായികമാരൊക്കെ എവിടെ എന്നുള്ള മുറവിളി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് ആവേശം, മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകൾ നായികമാരില്ലാതെയും നായികമാരെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അളവിൽ ഇതൊക്കെ പുറത്തിറങ്ങുകയും ഈ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റുകളായി കോടികൾ വാരുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ചർച്ച വീണ്ടും നമുക്കിടയിൽ സജീവമായി ഈ അടുത്ത കാലത്ത് പൊങ്ങി വന്നു. അതിനു മുൻപും പലപ്പോഴും ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സിനിമാ സാഹിത്യ മണ്ഡലത്തിലെ ബുദ്ധിജീവി കൂട്ടങ്ങളുടെ ഒരു സ്ഥിരം ചർച്ചാ വിഷയമാണ് സിനിമയിലെ ഈ നായിക ദാരിദ്ര്യ പ്രശ്നം. പുരുഷ മേധാവിത്വവും ഫ്യൂഡൽ മാടമ്പി ഹീറോയിസവും എന്തിനു പറയുന്നു, സിനിമാക്കാരുടെ ഒരു സംഘടനയായ അമ്മയെ പോലും പിടിച്ചിറക്കി പൂമുഖത്ത് കൊണ്ടുവന്നിരുത്തി ചർച്ചിച്ചും ചവച്ചും ചവച്ചരച്ചും കടിച്ചും പറിച്ചും മലയാളി കാലങ്ങളായി ഈ വിഷയത്തെ ഗുരുതരമായൊരു കുറ്റകൃത്യമായി അവതരിപ്പിച്ച് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ സ്ത്രീയെ അല്ലെങ്കിൽ നായികമാരെ അറിയാനും ആ നായികമാരുടെ ഭാവവും മാറ്റവും പഠിക്കാനും ഈ പണ്ഡിത ശിരോമണികൾ സമയം കണ്ടെത്തിയാൽ ഈ കാലത്ത് ഇത്തരം ചർച്ചകൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇത്തരത്തിലുള്ള ഒരു വിഷയം ചില സിനിമാ ബുദ്ധിജീവികളുടെ ആമാശയത്തിന് അത്യാവശ്യം വിശപ്പടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ടൂളാണെന്ന് മാത്രമേ എനിക്കും തോന്നിയിട്ടുള്ളൂ. മലയാള സിനിമയിൽ സ്ത്രീ എന്താണ്? അത് വിപുലമായൊരു സബ്ജക്റ്റാണ്. നായികമാരുടെ എണ്ണത്തിലും വണ്ണത്തിലും സ്ഥാനത്തിലുമൊക്കെ ചില ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും മലയാളത്തിൽ സിനിമ പിറന്നതല്ല വളർന്നത് സ്ത്രീ കേന്ദ്രീകൃത സിനിമകളിൽ കൂടി തന്നെയാണ്. മലയാള സിനിമയുടെ തുടക്കം മുതൽ ഏതാണ്ട് 50-കൾ വരെ നായികമാർക്ക് ഒരുപക്ഷെ അന്നത്തെ നായകന്മാരെക്കാളധികം പ്രാധാന്യമുള്ള സിനിമകളാണ് പൊതുവെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 60-കളിലും 70-കളിലുമൊക്കെ നായികാ പ്രാധാന്യമുള്ള നിരവധി സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ 80-കളൊക്കെ ആയപ്പോൾ നായികമാരുടെ പ്രാധാന്യം ഒരല്പം കുറയാൻ തുടങ്ങി. നായികമാരെ തീരെ പരിഗണിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നായകന്മാരെ മാത്രം കേന്ദ്രീകരിക്കുന്ന സിനിമകൾ നിർമ്മിക്കപ്പെട്ടു തുടങ്ങി. അത്തരം സിനിമകളുടെ ഒരു പെരുമഴക്കാലത്തിൻ്റെ തുടക്കം തന്നെയായിരുന്നു ആ കാലം. അതിന് പ്രധാനമായും കാരണമായത് സത്യത്തിൽ സിനിമകളുടെ മാത്രം മാറ്റമല്ല, അത് മലയാളികളുടെ പൊതുസമൂഹത്തിൻ്റെ മാനസിക നില അല്ലെങ്കിൽ നിലപാട്, അതിൽ വന്ന മാറ്റം സിനിമയിലൂടെ പ്രതിഫലിച്ചു എന്ന് മാത്രം. മലയാള സിനിമയിലെ താരസങ്കല്പങ്ങൾ മാറി മറിയാൻ തുടങ്ങിയ ഒരു കാലത്തിൻ്റെ ആരംഭം കൂടിയായിരുന്നു അത്. ആ മാറ്റം മലയാള സിനിമയിൽ നിന്ന് മാത്രം ഉണ്ടായതൊന്നുമല്ല. ഹോളിവുഡ് സിനിമകളുടെ ചുവട് പിടിച്ച് അതിൻ്റെ നിഴലിൽ സഞ്ചരിച്ചിരുന്ന ലോകത്താകമാനമുള്ള സിനിമ അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിരുന്നു. ഇന്ത്യയിൽ ആ മാറ്റം ഹിന്ദിയിലാണ് ആദ്യം പ്രകടമായത്. ഹിന്ദി കണ്ടു പഠിച്ച് സിനിമ നിർമ്മിക്കാൻ തുടങ്ങുന്ന ഇന്ത്യയിലെ മറ്റ് പ്രാദേശിക ഭാഷാ സിനിമകളിലും ആ മാറ്റം പ്രകടമായി. ഈ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാരൊക്കെ ഈ അവസരത്തിൽ കടന്നു വന്നവരാണ്.
ഈ മാറ്റങ്ങൾക്ക് അവർ ഒരു കാരണമായി എന്ന് പറയാതെ വയ്യ. എന്നാൽ ഇവർ രണ്ടും മാത്രമാണ് കാരണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സത്യത്തിൽ ഇതെല്ലാം ഒരു പൊതു ആസ്വാദന മണ്ഡലത്തിൽ സ്വാഭാവികമായി സംഭവിച്ചതാണ്. അതിന് ഈ രണ്ട് മഹാന്മാരായ നടന്മാർ ഒരു ടൂളായി എന്ന് മാത്രമേ ഉള്ളൂ. അതിലെ ഏറ്റവും വലിയൊരു കൗതുകം പിന്നീട് സാമ്പത്തിക വിജയം നേടിയ നിരവധി നായിക പ്രാധാന്യമുള്ള സിനിമകളിലൊക്കെ ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നത് ഓർക്കണം. പഞ്ചാഗ്നി, മഴയെത്തും മുമ്പേ തുടങ്ങിയ സിനിമകളൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇനിയും നിരവധി സിനിമകൾ നമുക്ക് പറയാനുണ്ട്. എന്നാലും നമ്മുടെ സിനിമകളിൽ നായികമാരുടെ നിറവും മണവുമൊക്കെ കുറഞ്ഞു തുടങ്ങിയത് ഏതാണ്ട് 80-കൾ മുതലാണെന്ന് നമ്മൾ പൊതുവിൽ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഈ 80-കൾ മുതൽ ഇങ്ങോട്ട് ഈ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ സിനിമകൾ അല്ലെ നായികമാർക്ക് പ്രാധാന്യമുള്ള സിനിമകൾ പൂർണ്ണമായും ഉണ്ടായിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാനാകില്ല. 1993 മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ആകാശദൂത് ഉൾപ്പെടെ ഈ അടുത്ത കാലത്തിറങ്ങിയ ഉള്ളൊഴുക്ക് വരെ അതും അവാർഡിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളൊഴുക്ക് വരെയുള്ള സിനിമകളുടെ കണക്കെടുത്താൽ ഈ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകളുടെ വിജയം, അതിൻ്റെ സാമ്പത്തിക വിജയം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ ഇപ്പോഴത്തെ ഈ പരാതിയും പരിഭവവുമെല്ലാം അറിയാതെ മറന്നുപോകും. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, മലയാള സിനിമ പിറന്നതല്ല, ശക്തമായി വളർന്നത് സ്ത്രീ കഥാപാത്രങ്ങൾ ശക്തമായി നിന്ന സിനിമകളിലൂടെ തന്നെയാണ്. അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന് കരുതുന്നത് വിഗതകുമാരനാണല്ലോ. അതൊരു കുമാരനാണെന്ന് അങ്ങ് കരുതിക്കൂ. രണ്ടാമത്തെ ചിത്രം മാർത്താണ്ഡവർമ്മയാണെന്നാണ് നമ്മളുടെ ഒരു നിഗമനം. അതൊരു രാജാവിൻ്റെ കഥയായിരുന്നു. മൂന്നാമത്തെ ചിത്രം മുതലാണ് മലയാള സിനിമ സംസാരിക്കാൻ ആരംഭിച്ചത്. അതിൻ്റെ പേര് ബാലൻ എന്നാണ്. ഈ പേരുകളെല്ലാം നമുക്ക് സുപരിചിതമാണ്. നാലാമത്തെ ചിത്രം ജ്ഞാനാംബിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ പേര് പോലെ തന്നെ ആ സിനിമയും നായികാ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. ഈ സ്ത്രീനാമം ചിത്രനാമമായി വരുന്ന ആദ്യത്തെ സിനിമയാണ് ഈ ജ്ഞാനാംബിക. അത് മലയാളത്തിലെ 4ാമത്തെ സിനിമയാണ് എന്നുള്ളത് ഓർക്കണം. മലയാള സിനിമയിലെ നായികാ സിനിമകളുടെയും സ്ത്രീനാമ സിനിമകളുടെയും സ്ത്രീപക്ഷ സിനിമകളുടെയും എല്ലാം അമ്മയാണ് 1940 പുറത്തിറങ്ങിയ ഈ ജ്ഞാനാംബിക കഴിഞ്ഞപ്പോൾ 5ാമത്തെ ചിത്രമായി പരിഗണിക്കപ്പെടുന്നത് ഭൂതരായർ എന്ന് പറയുന്നൊരു സിനിമയാണ്. എന്നാൽ ഈ സിനിമ അതിൻ്റെ ശ്രമം മാത്രമേ നടന്നുള്ളൂ, അത് പൂർത്തിയായില്ല. ഭൂതരായർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പേര് പരിചയമുള്ളതാണല്ലോ. ഈ കൊച്ചി രാജകുടുംബത്തിലെ ഒരു അംഗം അപ്പൻ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ, അദ്ദേഹം എഴുതിയ ഒരു നോവലാണ് ഈ ഭൂതരായർ. അതിനെ ഒരു നോവലായി ഒന്നും പരിഗണിക്കാൻ മലയാള സാഹിത്യ ലോകം ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതൊക്കെ ചർച്ച നടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കാരണങ്ങളൊക്കെ നിരവധിയാണ്. അതൊക്കെ വിശദമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ സിനിമയിലൂടെയാണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ പ്രവർത്തനത്തിലൂടെയാണ് ഈ തിക്കുറിശ്ശി സുകുമാരൻ നായർ, SP പിള്ള, പ്രേംജി തുടങ്ങിയ ആ കാലത്തെ നാടക നടന്മാരൊക്കെ ആദ്യമായി സിനിമ എന്ന മാജിക്കിൻ്റെ ഭാഗമാകുന്നു. മലയാളത്തിലെ ആദ്യത്തെ അച്ചടിച്ച സിനിമ തിരക്കഥ ഈ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ തിരക്കഥയാണെന്നാണ് ഒരു വെപ്പ്. അതുമാത്രമല്ല, കേരളത്തിൽ ആദ്യമായി ഒരു സിനിമാ നിർമ്മാണ കമ്പനി കേരള സിനി ടോൺ ആരംഭിച്ചതും ഈ അപ്പൻ തമ്പുരാനാണ് എന്ന് പല ആളുകൾക്കും ഈ വിവരം അറിയില്ല. എന്നാൽ നിരവധി കാരണങ്ങൾ കൊണ്ട് ആ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനം പാതി വഴിയിലൊക്കെ നിന്നുപോയി. പിന്നീടുള്ള 6-7 വർഷക്കാലം മലയാളത്തിൽ സജീവമായിട്ടുള്ള സിനിമാ പ്രവർത്തനങ്ങളൊന്നും നടന്നിരുന്നില്ല. പ്രഹ്ലാദ് പോലെയുള്ള സിനിമകൾ ഒക്കെ അതിനിടയ്ക്ക് പുറത്തു വന്നു. അതിനൊക്കെ ശേഷം ഏതാണ്ട് 1950 മലയാള സിനിമ ഒന്ന് സജീവമായപ്പോൾ ആ വർഷം ആകെ പുറത്തു വന്നത് ആകെ 6 സിനിമകളാണ്. അതിൽ 5 സിനിമകളുടെയും പേര് സ്ത്രീനാമങ്ങൾ തന്നെയായിരുന്നു. നല്ല തങ്ക, സ്ത്രീ, പ്രസന്ന, ചന്ദ്രിക, ചേച്ചി, ഇതൊക്കെയായിരുന്നു അതിൻ്റെ പേരുകൾ. അന്ന് ഇതിനിടയിൽ പുറത്തു വന്നത് ശശിധരൻ എന്ന് പറയുന്നൊരു സിനിമ മാത്രമാണ്. മലയാള സിനിമ പിന്നീട് പിച്ച വെച്ച് വളരാൻ തുടങ്ങിയത് സ്ത്രീകൾക്ക് മേധാവിത്വമുള്ള സിനിമകളുടെ പ്രകടനത്തിലൂടെയാണ്. ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. ഈ ജ്ഞാനാംബിക മുതൽ ഞാൻ ഈ പറഞ്ഞ നല്ലതങ്ക, സ്ത്രീ, പ്രസന്ന, ചേച്ചി, ചന്ദ്രിക തുടങ്ങിയ എല്ലാ സിനിമകളിലും ആ സിനിമകളിലൊക്കെ നായികയും പ്രതിനായികയും തമ്മിലായിരുന്നു സമരവും സംഘട്ടനങ്ങളും. എന്ന് വെച്ചാൽ നല്ല കഥാപാത്രങ്ങളും ദുഷ്ടകഥാപാത്രങ്ങളും സ്ത്രീകൾ തന്നെയായിരുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കൗതുകം എന്ന് പറയുന്നത്. ആ സ്ത്രീ കഥാപാത്രങ്ങളുടെയൊക്കെ തണലിലും നിഴലിലും ഒക്കെ നടക്കുന്ന പണി മാത്രമാണ് മറ്റെല്ലാ പുരുഷ കഥാപാത്രങ്ങൾക്കും ആ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നത്. പുരുഷ കഥാപാത്രങ്ങൾക്കൊന്നും അത്ര വലിയ പ്രാധാന്യമുണ്ടായിരുന്നില്ല. ഈ ജ്ഞാനാംബിക എന്ന് പറയുന്ന സിനിമയിൽ കുടലയും ക്രൂരയുമായ ഒരു രണ്ടാനമ്മയാണ്
നല്ലവളും സുന്ദരിയും സുശീലയും നിഷ്കളങ്കയുമായ നമ്മുടെ കഥാനായിക ഈ ജ്ഞാനാംബികയ്ക്ക് അല്ലെങ്കിൽ അവരോട് ക്രൂരമായി പെരുമാറുന്നത്, ആ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്. രണ്ടാനമ്മയുടെ ക്രൂരതകളെല്ലാം നിശബ്ദമായി സഹിക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ ജ്ഞാനാംബിക. അവളുടെ അച്ഛനാകട്ടെ ഈ രണ്ടാം ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു കഥാപാത്രം മാത്രമാണ്. അതുപോലെ തന്നെ നല്ല തങ്കയിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമായ നല്ല തങ്കയെ ദ്രോഹിക്കുന്നത് സഹോദരൻ്റെ ഭാര്യയാണ്, എന്ന് വെച്ചാൽ നാത്തു. ചന്ദ്രിക എന്ന് പറയുന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയിൽ ചന്ദ്രികയെ നശിപ്പിക്കാൻ വേണ്ടി ഒരുമ്പെട്ട് ഇറങ്ങി പുറപ്പെടുന്നത് ഈ ചന്ദ്രികയുടെ പൂർവ്വകാമുകൻ്റെ സഹോദരിയായ രാധാമണി എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അടുത്തത് നമ്മുടെ ചേച്ചി എന്ന് പറയുന്നൊരു സിനിമ എടുത്താൽ ആ സിനിമയിൽ സത്യത്തിൽ ചേച്ചി അനുജത്തിക്ക് വേണ്ടി, അല്ലെ അനുജത്തിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് സ്വന്തം ജീവിതം തന്നെ ഹോമിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ചേച്ചി. ആ സ്വന്തം സഹോദരി തന്നെയാണ്, അല്ലെങ്കിൽ സ്വന്തം അനുജത്തി തന്നെയാണ് പിന്നീട് ഈ നായികയായ ചേച്ചിക്ക് എല്ലാ ദ്രോഹവും ചെയ്യുന്നത്. അങ്ങനെ സ്ത്രീകൾ തന്നെ പരസ്പരം പോരാടുന്ന ഈ സിനിമകളൊക്കെ പക്ഷേ സുഖവരി വ്യവസായികളായിരുന്നു ഈ സിനിമകൾ എന്നുള്ളത് പ്രത്യേകം നമ്മൾ എടുത്തു പറയണം. അതാണ് മറ്റൊരു പ്രത്യേകത. ദുഷ്ടകഥാപാത്രങ്ങളെല്ലാം അവസാനം ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ നായികമാരെല്ലാം ദുഷ്ടകഥാപാത്രങ്ങൾക്ക് അവസാനം മാപ്പ് കൊടുത്ത് അവർക്കൊരു മാനസാന്തരമൊക്കെ വന്ന് അങ്ങനെയാണ് ആ സിനിമകളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതാണ് പൊതുവിലുള്ളൊരവസ്ഥ. ഇത് കേട്ടപ്പോൾ മലയാള സിനിമയുടെ ആരംഭകാലത്ത് എന്ന് വെച്ചാൽ ഏതാണ്ട് 10, 90, 100 വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷിച്ച് വിജയിച്ച് പിന്നീട് ചവച്ചു തുപ്പിയ വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ തൊപ്പിപ്പിടിച്ച് എടുത്ത് പൊടി തട്ടിയെടുത്ത് മേക്കപ്പിട്ട് പൊട്ടും പട്ടുമൊക്കെ ചുറ്റിച്ച് നമ്മുടെ മുമ്പിൽ സീരിയലുകളായിട്ടെത്തുന്ന ഈ TV പരമ്പരകൾ. അതേ ഫോർമുല തന്നെയാണ് ഇന്നും നമ്മളുടെ മുന്നിൽ ഇവർ പ്രയോഗിക്കുന്നത്. അന്നത്തെ ഒരു ഫോർമുല എന്തായിരുന്നു? പൊതുവിൽ കൂടുതൽ ബുദ്ധിയുള്ള ഒരു സ്ത്രീ, അത്തരത്തിലുള്ള ചില സ്ത്രീ കഥാപാത്രങ്ങൾ, സ്ത്രീജിതരായ വില്ലന്മാർ, ഈ നിഷ്കളങ്കതയുടെ പ്രതീകമായ നായികമാർ. ഈ നായികമാരെയൊക്കെ ദുഷ്ടബുദ്ധികളായ സ്ത്രീകളുടെ കൂടി സഹായത്തോടു കൂടി കടത്തിക്കൊണ്ടു പോകുന്ന വില്ലന്മാർ, സ്ത്രീയെ അപമാനിക്കാൻ ഒരുപ്പെടുന്ന വില്ലൻ, സ്ത്രീത്വം സംരക്ഷിക്കാൻ വേണ്ടി പിടയുന്ന നായിക. ഇതൊക്കെ കണ്ടിട്ട് ആനന്ദിക്കുന്ന പ്രതിനായിക. ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി അവസാനം ഓടി പിടഞ്ഞ് എത്തിച്ചേരുന്ന നായകൻ വില്ലനെ ഇടിച്ച് പഞ്ചറാക്കി നായികയെ രക്ഷിക്കുന്നു. പ്രതിനായികയ്ക്ക് പിന്നീട് മാനസാന്തരം സംഭവിക്കുന്നു. ഇതെല്ലാം കണ്ട് വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി നമ്മൾ ഒടുവിൽ ആശ്വാസത്തോടെ തിരശ്ശീല വീഴുമ്പോൾ കൈയടിക്കുന്ന നമ്മൾ. ഇതൊക്കെയാണ് പണ്ടത്തെ ഈ കൊട്ടക കുലുക്കി സിനിമകളുടെയൊക്കെ ഒരു മിനിമം ഫോർമുല എന്ന് പറയുന്നത്. അത് ഒരു പഴയ കാലം. ഇന്ന് കാലമാകെ മാറി. മനുഷ്യൻ്റെ മനസ്സിനും നിലപാടിനുമൊപ്പം സിനിമയും മാറി. ആ സദ്ഗുണസമ്പന്നരായ നായകന്മാരിൽ നിന്നും നായക സങ്കല്പം തന്നെ അടിപിടി മാറി. നായികയെ തന്നിലേക്ക് ആകർഷിക്കാൻ പഠിച്ച പണി 18 നോക്കി പരാജയപ്പെടുന്ന നായകനാണ് ഇന്നുള്ളത്. ആ നായകൻ സാഹസികനാണ്, സുന്ദരനാണ്, തൻ്റെടിയാണ്. നായികയെ വശത്താക്കാൻ നായകൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും കാണുമ്പോൾ നമ്മളത് നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്, ആനന്ദിക്കാറുണ്ട്. നായകൻ എന്തെല്ലാം കാണിച്ചു കൂട്ടിയാലും നായിക അയാളുടെ വലയിൽ വീഴാതെ രക്ഷപ്പെടാൻ നോക്കും. സത്യത്തിൽ അപ്പോൾ നമുക്ക് ഒരു നിരാശയാണ് തോന്നുന്നത് ഇപ്പോഴത്തെ കാലത്ത്. നായകൻ്റെ സാമർഥ്യക്കുറവിനെ പറ്റിയൊക്കെ നമ്മൾ ചിലപ്പം അന്നേരം പരസ്പരം പരിഭവം പറയും. ഒടുവിൽ നായകൻ അടവ് മാറ്റും, നായികയെ ശാരീരികമായി കീഴ്പ്പെടുത്തും. അപ്പോഴും നമ്മൾ ആനന്ദിക്കും, ആസ്വദിക്കുന്നു, കൈയടിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും പ്രേക്ഷകൻ്റെ മാനസികമായ പരിണാമം, സാംസ്കാരികമായ അവൻ്റെ നിലപാടിലെ മാറ്റം, അതിനനുസരിച്ച് നമ്മുടെ സിനിമകളിലുണ്ടായ മാറ്റവും ശ്രദ്ധേയമാണ്. എന്നും നന്മയുടെ ഭാഗം മാത്രം ചേർന്ന് നടന്ന നായകന്മാരുടെ ഒരു കാലം സിനിമയിലുണ്ടായിരുന്നു പണ്ട്. പ്രേം നസീറും സത്യനുമൊക്കെ നമ്മുടെ മുന്നിൽ വിഗ്രഹങ്ങളായി മാറിയിരുന്ന ഒരു കാലം. ആ കാലത്തും ദാരിദ്ര്യം, കുടുംബ ബന്ധങ്ങളുടെ കുരുക്ക്, തൊഴിലില്ലായ്മ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ മിക്കവാറും എല്ലാ നായകന്മാർക്കും ഒരുപോലെ തന്നെ ബാധകമായിരുന്നു. ആ കാലമൊക്കെ പോയി. പിന്നീട് വന്ന കാലം നെഗറ്റീവ് സ്വഭാവമുള്ള നായകന്മാരുടെ കാലമായിരുന്നു. ജയനിലൊക്കെ തുടങ്ങി ഇപ്പോൾ ഈ മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരിലൂടെ ഇന്ന് ആവേശത്തിലെ ഫഹദ് ഫാസിൽ കൈകാര്യം ചെയ്തതുപോലെയുള്ള അല്ലെങ്കിൽ ആ സ്റ്റൈലിലൊക്കെയുള്ള കഥാപാത്രങ്ങളിലാണ് ഇപ്പോൾ ഈ കാലഘട്ടം വന്ന് നിൽക്കുന്നത്. സത്യത്തിൽ ഇതൊന്നും മലയാള സിനിമയുടെ മാത്രം കുഴപ്പങ്ങളോ പ്രത്യേക ഗുണങ്ങളോ അല്ല. ആ മാറ്റം ഒരു ആഗോള പ്രതിഭാസം തന്നെയാണ്. ലോകമാകമാനം മാറുമ്പോൾ പോലും അതിൽ അവസാനം മാറുന്നത് മലയാള സിനിമയാണ്, അല്ലെങ്കിൽ മലയാളമാണ് എന്നതും ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. സിനിമാ കഥ എന്ന സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നാളെയും അത് തുടരും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മലയാള പുതുവർഷ ആശംസകൾ, നന്മകൾ നേരുന്നു. സ്നേഹാദരം.